ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇടയ്ക്ക് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗാർഡൻ നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ളവരെ വീഡിയോസ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റസീന ചേച്ചി നമുക്ക് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കാണാം. റോസിന് കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കിച്ചൺ കമ്പോസ്റ്റ്, ഇത് നാലും കൂടെ മിക്സ് ചെയ്തിട്ട് മാസത്തിൽ 2 തവണ കൊടുക്കും. ചെടിയൊക്കെ ഒന്ന് ഇളക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ മാസത്തിൽ 1 പ്രാവശ്യം എപ്സം സോൾട്ടും കൊടുക്കും. പിന്നെ DAP കൊടുക്കും. പിന്നെ കൊടുക്കുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആഴ്ചയിൽ ഒഴിച്ചു കൊടുക്കും. അത് നമ്മുടെ മുട്ടത്തോടും പഴത്തിൻ്റെ തൊലി, തേയിലയുടെ വേസ്റ്റ് അതെല്ലാം കൂടെ മിക്സിയിൽ അപ്പം തന്നെ അങ്ങോട്ട് ഇങ്ങനെ അടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് കൊടുക്കും. 2 പ്രാവശ്യം കൊടുക്കും മാസത്തിൽ. അത് പിന്നെ റോസിന് ബാധിക്കുന്നതാണ് മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് വരുന്നത്. കറുത്ത വണ്ടുകൾ വന്നിട്ട് അത് റോസ് ഇങ്ങനെ തിന്ന് നശിപ്പിക്കും. അത് കൂടുതലും ഈ മണമുള്ള റോസാണ്. പനിനീർ റോസ്, നമ്മുടെ പീസ് ആൻഡ് ലവ്, അങ്ങനെ കുറച്ച് റോസ് ഉണ്ടല്ലോ മണമുള്ളത്. അതിലോട്ട് വന്നിരുന്ന് അതാകെ നശിപ്പിച്ച് കളയും. അപ്പോൾ അതിന് ഞാൻ ചെയ്തത് 1 പ്രാവശ്യം കൊണ്ട് തന്നെ അതിൻ്റെ സക്സസ് ആണത്. നമ്മുടെ ടഫ് ഗർ എന്നും പറഞ്ഞൊരു ഇത് കിട്ടും, ഇൻസെക്ടിസൈഡ്. അത് സ്പ്രേ ചെയ്യും ഞാൻ. അത് മാസത്തിൽ 1 പ്രാവശ്യം അത് മസ്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വണ്ടിൻ്റെ ശല്യം ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് മാറി എന്ന് തന്നെ പറയാം. അത് ഈ റോസ് വളർത്തുന്നവർ ഇങ്ങനെ വണ്ടിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന നല്ല ഒരു ഇൻസെക്ടിസൈഡാണ്. അത് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാറിക്കിട്ടും. റോസിന് കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കിച്ചൺ കമ്പോസ്റ്റ്, ഇത് നാലും കൂടെ മിക്സ് ചെയ്തിട്ട് മാസത്തിൽ 2 തവണ കൊടുക്കും. ചെടിയൊക്കെ ഒന്ന് ഇളക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ മാസത്തിൽ 1 പ്രാവശ്യം എപ്സം സോൾട്ടും കൊടുക്കും. പിന്നെ DAP കൊടുക്കും. പിന്നെ കൊടുക്കുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആഴ്ചയിൽ ഒഴിച്ചു കൊടുക്കും. അത് നമ്മുടെ മുട്ടത്തോടും പഴത്തിൻ്റെ തൊലി, തേയിലയുടെ വേസ്റ്റ് അതെല്ലാം കൂടെ മിക്സിയിൽ അപ്പം തന്നെ അങ്ങോട്ട് ഇങ്ങനെ അടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് കൊടുക്കും. 2 പ്രാവശ്യം കൊടുക്കും മാസത്തിൽ. അത് പിന്നെ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ, ഇപ്പോൾ തേങ്ങ വെള്ളം, അങ്ങനെ അതൊക്കെ ആഴ്ചയിൽ കൊടുക്കും. അല്ലാണ്ട് കൊടുക്കുന്നതാണ് ഈ വളങ്ങൾ. പിന്നെ അതുകൂടാണ്ട് സാഫ് എല്ലാ ആഴ്ചയിലും കൊടുക്കും. പിന്നെ നമ്മുടെ എക്സോഡസ് അത് 15 ദിവസം കൂടുമ്പോൾ
ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ എൻ്റെ റോസിന്. പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വളർച്ച നല്ലതായത് കൊണ്ടാണ് എനിക്ക് ഇനിയും റോസ് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നത്.